എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ പത്രങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. ഇനി വരികൾക്കിടയിലൂടെ സുപ്രധാനമായ വാർത്താ ദിനമാണ്. കാര്യം ചരിത്രം കുറിച്ച ഒരു കരാർ, ചരിത്ര കരാർ. അതിൻ്റെ ഹെഡ്ലൈൻ ഇപ്പോൾ മോദിജി പറഞ്ഞത് പല പത്രത്തിൻ്റെയും ഹെഡ്ലൈൻ ആയതുകൊണ്ട് അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് രാഖി തന്നെ പറഞ്ഞാൽ മതി. എന്തായാലും യൂറോപ്യൻ യൂണിയനുമായി ചരിത്രം കുറിച്ച ഒരു കരാർ, സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. ഒട്ടനവധി ചർച്ചകൾ, ഒരുപക്ഷെ 18 വർഷത്തോളം ഭാരതവും യൂറോപ്യൻ യൂണിയനുമായി ചർച്ച നടന്നിരുന്നു. പലപ്പോഴും വ്യാപാര മേഖലയ്ക്ക് പുറത്തുള്ള ഇഷ്യൂസിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ചിലരൊക്കെ സൃഷ്ടിക്കുന്ന ചില പേഴ്സ്പെക്റ്റീവിൻ്റെ പേരിൽ, ചില നെറേറ്റീവിൻ്റെയൊക്കെ പേരിലായിരുന്നു ഈ ചർച്ച ഇങ്ങനെ കാട് കയറി പൊയ്ക്കൊണ്ടിരുന്നു. ഒപ്പം കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് പോലും ഇത്തരത്തിൽ പലവിധ സമ്മർദ്ദങ്ങൾ നമ്മുടെ താല്പര്യത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് ജനം ടി വിയും അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നതാണ്. എന്തായാലും ഇത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് 18 വർഷം നീണ്ട അല്ലേ ചർച്ചകൾക്ക് ശേഷം. അപ്പോൾ ഏതായാലും ആദ്യം നമുക്ക് ദ ടൈംസ് ഓഫ് ഇന്ത്യ ഒന്ന് നോക്കാം. EU turn luxury car spirits to cost less and the mother of all deals. 18 years in making, pact to help blunt impact of Trump tariffs. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ലൈനായിട്ട് പറയുന്നത്. ട്രംപ് ടാരിഫിൻ്റെ ഈ ആക്രമണശേഷി ഉണ്ടെങ്കിൽ അതിൻ്റെ മുനയെടുക്കാൻ പ്രാപ്തമായതാണ് ഈ ഡീൽ എന്നുള്ളത്. ഒപ്പം തന്നെ വളരെ വിശദമായി ഇൻഫോഗ്രാഫിക്സ് ഉണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ. 0 ഡ്യൂട്ടി ഓൺ 91% ഇന്ത്യൻ ഗുഡ്സ് ഫ്രം ഡേ 1. ഒന്നാം ദിവസം മുതൽ തന്നെ 91% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 0 ആണ് ഇനി മുതൽ ഡ്യൂട്ടി. അതിൽ കാറുകളുണ്ട്, വൈനുണ്ട്, സ്പിരിറ്റ്സ് ഉണ്ട്, ബിയർ ഉണ്ട്, ഒലീവ് ഓയിൽ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ഫാർമ, സോസേജസ്, പേൾസ് ഉണ്ട്, കീവീസ് ആൻഡ് പെയർസ്. ഇതിലേറ്റവും പ്രധാനം ഇതെല്ലാം ഇറക്കുമതി. അതായത് യൂറോപ്യൻ യൂണിയന് കയറ്റുമതി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്, ഒപ്പം തന്നെ ഭാരതത്തിലെ കൺസ്യൂമേഴ്സിന്, ഭാരതത്തിലെ ഉപഭോക്താക്കൾക്ക് വില കുറച്ച് കിട്ടുന്ന സാധനങ്ങളുടെ പേരാണ് ഈ പറയുന്നത്. അതിലും സുപ്രധാനം ഭാരതത്തിൻ്റെ കയറ്റുമതിക്കുണ്ടാവുന്ന മെച്ചം. മെറീൻ പ്രോഡക്ട്സ് ഇപ്പോഴുള്ളത് 26% ഇപ്പോഴുള്ള ഡ്യൂട്ടി, അത് 0 ലെതർ, കെമിക്കൽസ്, ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻറ്റ്സ്, ഹോം ഡെക്കോർ ആൻഡ് ഫർണിച്ചർ, ബേസ് മെറ്റൽസ്, ടോയ്സ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ഇതിനെല്ലാം 4 മുതൽ 26% വരെയാണ് നിലവിലുള്ള ഡ്യൂട്ടി. ഇത് 0 മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ട്രംപിൻ്റെ ടാരിഫ് കൊണ്ട് എന്തെങ്കിലും ആക്രമണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചടി നൽകാമെന്ന് ധരിച്ചിരുന്നുവെങ്കിൽ അത് അങ്ങോട്ട് തന്നെ തിരിച്ചടിയായിരിക്കുകയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള തർക്കം മൂക്കുകയും യൂറോപ്യൻ യൂണിയൻ്റെ അടുത്തും സമാനമായ ഭീഷണി ഇദ്ദേഹം ഉയർത്തുകയും ചെയ്തപ്പോൾ ഭാരതവും യൂറോപ്യൻ യൂണിയനും ഒന്നിക്കുകയും ഭിന്നതകൾ മാറ്റിവെച്ച് പരസ്പരം ഇരുകൂട്ടർക്കും ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രധാന കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. അവിടെ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ വിപണി ഉണരും, ഇന്ത്യയിലെ കയറ്റുമതി, അതായത് ഈ മത്സ്യബന്ധന മേഖലയിൽ നിന്നടക്കമുള്ള മറൈൻ എക്സ്പോർട്സ് അടക്കം വർദ്ധിക്കും. തുണി ഉൽപ്പന്നങ്ങൾ, റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ, ഇവയ്ക്കൊക്കെ പുതിയ വിപണി. ഇത്രയും രാഷ്ട്രങ്ങളിലേക്കാണ്, ഒരു രാജ്യവുമായിട്ടുള്ള വ്യാപാര കരാറല്ല എന്ന് നാം ഓർക്കണം. യൂറോപ്യൻ യൂണിയനിലെ സകല രാഷ്ട്രങ്ങളുമായിട്ടുള്ള കരാറാണ് ഈ ഒപ്പുവെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വളരെ വിശദമായിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്ത എടുത്തിരിക്കുന്നത്. ഹിന്ദുവിലേക്ക് വന്നു കഴിഞ്ഞാലും സമാനമായ രീതിയിൽ തന്നെയാണത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. മദർ ഓഫ് ഓൾ ഡീൽസ്, ഇന്ത്യ ആൻഡ് EU ഫൈനലൈസ് FTA എന്ന് പറഞ്ഞ് ആ തലക്കെട്ടോടുകൂടി എങ്ങനെയൊക്കെയാണ് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെയൊക്കെയാണ് യൂറോപ്യൻ യൂണിയന് ഗുണം ചെയ്യുക, ഒപ്പം തന്നെ ഭാരതത്തിന് ഇത് എന്തൊക്കെ ബെനിഫിറ്റ്സ് നൽകും, ഇതിനകത്ത് ഉൾപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ചിക്കൻ, റൈസ് എന്നിവ ഈ എഗ്രിമെൻറ്റിൽ കൺസെഷൻ നൽകുന്നില്ല എന്നുള്ള കാര്യം കൂടി ദ ഹിന്ദു ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എനർജി ആൻഡ് റോ മെറ്റീരിയൽസിനും ഇതിനകത്ത് ഈ എഗ്രിമെൻറ്റിൽ പറയുന്നില്ല എന്ന കാര്യം കൂടി ദ ഹിന്ദു ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളായിക്കോട്ടെ, യൂറോപ്യൻ യൂണിയൻ്റെ വാക്കുകളായിക്കോട്ടെ, അതെല്ലാം തന്നെ കോട്ട് ചെയ്ത് എങ്ങനെയൊക്കെ ടാക്സ് കൺസെഷൻ വരും എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വളരെ വിശദമായി തന്നെ ദ ഹിന്ദുവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വൈനിലായിക്കോട്ടെ, ലക്ഷറി കാസിനായിക്കോട്ടെ, എങ്ങനെയൊക്കെ അത് ചീപ്പറാകുന്നു, നെഗോസിയേഷൻ സംഭവിക്കുന്നു എന്നുള്ളതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനം. അതുപോലെ തന്നെ ക്ഷീരമേഖലയെ സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതെ. എന്തായാലും ഇനി മാതൃഭൂമിയിലേക്ക് നമുക്ക് പോകാം. മാതൃഭൂമി
ഈ മദർ ഓഫ് ഓൾ ഡീൽസിനെ മനോഹരമായി ഒന്ന് മലയാളത്തിലാക്കിയിട്ടുണ്ട്. ലോകം നിയന്ത്രിക്കാൻ അമ്മക്കരാർ എന്നുള്ളതാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ പ്രധാന തലക്കെട്ട്. അത് വളരെ ഈ മാസ്റ്റേഡിന് താഴെ, മാതൃഭൂമി എന്ന് എഴുതിയിരിക്കുന്ന മാസ്റ്റേഡിന് താഴെ വലിയ രീതിയിൽ തന്നെ ലോകം നിയന്ത്രിക്കാൻ അമ്മക്കരാർ എന്നാണ് മാതൃഭൂമി പറയുന്നത്. ശ്രദ്ധിക്കണം ആ തലക്കെട്ട്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തമ്മിൽ വമ്പൻ വ്യാപാര കരാറായി. വ്യാപാര കരാറുകളുടെ മാതാവെന്ന നേതാക്കൾ. 99% തീരുവ ഇളവ്. വളരെ വിശദമായ ഒരു അനാലിറ്റിക്കൽ അതല്ലെങ്കിൽ ഗ്രാഫിക്കൽ പീസ് അതിൽ ഉണ്ട്. മത്സ്യം മുതൽ കാപ്പി വരെ, സമുദ്രോൽപ്പന്നങ്ങൾ, കാപ്പി, തേയില, ആയുർവേദ ഉൽപ്പന്നം, റബ്ബർ, ശ്രദ്ധിച്ചില്ല നമ്മൾ, റബ്ബർ, കശുവണ്ടി. അതായത് കേരളത്തിന് മറ്റൊരു നല്ല വാർത്ത, ശുഭവാർത്തയാണ് നൽകുന്നത്. റബ്ബറിനും കയറ്റുമതി തീരുവ കുറയുന്നു. തീരുവ 0 എന്നുള്ളതാണ്. റബ്ബർ അധിഷ്ഠിത കയറ്റുമതി യൂണിറ്റുകൾക്ക് വൻ നേട്ടമുണ്ടാകും എന്നുള്ളതാണ്. കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള കശുവണ്ടി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കും. വളരെ വലിയ വിപണി യൂറോപ്പ് തരുന്നു. കേരളത്തിൽ നിന്നടക്കമുള്ള കശുവണ്ടിക്കും റബ്ബറിനും ആയുർവേദത്തിനും കാപ്പിക്കും തേയിലയ്ക്കും സമുദ്രോൽപ്പന്നങ്ങളും ഇക്കാര്യം വിശദമായി പ്രതിപാദിച്ചിരിക്കുകയാണ് മാതൃഭൂമി. മലയാള മനോരമയിലേക്ക് വന്നാൽ ബിഗ് ഡീൽ എന്നാണ് അവർ മാസ്റ്റർ ഹെഡായി നൽകിയിരിക്കുന്നത്. ചരിത്രമായി ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ. യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയുടെ 99.5% തീരുവ കുറയുമെന്ന കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ 97.5% ഉൽപ്പന്നങ്ങൾക്കും ഇളവുണ്ട് എന്നുള്ള കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു 2 പതിറ്റാണ്ട് നീണ്ട നമ്മുടെ കാത്തിരിപ്പാണ് ഇവിടെ സഫലമാകുന്നത് എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മലയാള മനോരമ. ഒപ്പം തന്നെ മദ്യം, പ്രീമിയം കാർ ഇറക്കുമതി കൂടും, ഒപ്പം വില കുറയും എന്നുള്ള കാര്യവും വാർത്തയിൽ പ്രധാനമായും സബ് ഹെഡോടുകൂടി നൽകിയിട്ടുണ്ട്. തുണി, സമുദ്രോൽപ്പന്നം കയറ്റുമതി കൂടും. എങ്ങനെയൊക്കെയാണ് ഇരു രാജ്യങ്ങൾക്കും ഈ കരാർ നേട്ടം കൊണ്ടുവരുന്നത് എന്ന കാര്യം വളരെ സുപ്രധാനമായി തന്നെ വളരെ വിശദീകരിച്ച് തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. ബിഗ് ഡീൽ, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള വാർത്ത തന്നെയാണ്. 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ EU നമ്മുടെ ഭാരതത്തിന് എങ്ങനെയൊക്കെയാണ് വലിയൊരു വിപണിയായി മാറുന്നത്, എങ്ങനെയൊക്കെ അമേരിക്കയ്ക്ക് ഇത് തിരിച്ചടിയാകും എല്ലാ കാര്യം എല്ലാം തന്നെ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ നമ്മുടെ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാനായി ക്ഷീരമേഖല, ധാന്യങ്ങൾ, പോൾട്രി, ചിലയിനം പഴങ്ങൾ ഇവയുടെ എല്ലാം തീരുവ EU കുറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ബീഫ്, പഞ്ചസാര, അരി, കോഴി, ഇറച്ചി ഇവയുടെയൊക്കെ തീരുവ EU കുറച്ചിട്ടില്ല എന്ന കാര്യവും പറയുന്നുണ്ട് മനോരമ. കറക്റ്റ്, ആ മേഖലകൾ സംരക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് ഒന്ന് പോകാം. വ്യത്യസ്തമാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഹെഡ്ലൈൻ. രാഖി, വി ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബാക്കി ഈ മറ്റ് എല്ലാ പത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വി ഡിഡ് ഇറ്റ് എന്ന്. അതിന് മുകളിലായി യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ, ഇവർക്ക് നടുവിൽ നരേന്ദ്രമോദി, മൂവരും കൈപിടിച്ചുയർത്തി നിൽക്കുന്ന ചിത്രം. അതിന് താഴെയാണ് വി ഡിഡ് ഇറ്റ് എന്നുള്ള ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ ആൻഡ് യൂറോപ്യൻ യൂണിയൻ അനൗൺസ് ലാൻഡ്മാർക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. 99% ഓഫ് ഇന്ത്യസ് എക്സ്പോർട്സ് ടു ഗെറ്റ് ഡ്യൂട്ടി ഫ്രീ ആക്സസ് ടു 27 യൂറോപ്യൻ നേഷൻസ്. ഏറ്റവും പ്രധാനം അതാണ്. ഒരു രാഷ്ട്രമായി അല്ല ഒപ്പിടുന്നത്, 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയൻ. ആ 27 രാജ്യങ്ങളുടെ വിപണികളിലേക്കുമാണ് ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഏറെക്കുറെ 0 തീരുവയോടുകൂടി എത്തുന്നത് എന്നുള്ളത്. അത് ഉണ്ടാക്കാൻ പോകുന്ന ചലനം എന്താണ്, ഉണർവെന്താണ്, അതിൻ്റെ നേട്ടങ്ങൾ എന്താണ് എന്നുള്ള അല്പസമയത്തിനകം നമ്മുടെ അതിഥി, നമ്മുടെ വിദഗ്ധൻ ശ്രീ ആദികേശവൻ വിശദീകരിക്കും പ്രേക്ഷകർക്കായിട്ട്. എന്തായാലും അതിൻ്റെ ഒരു ഗ്രാഫിക്സും ഇൻഫോഗ്രാഫിക്സും ഒക്കെയായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഈ വാർത്ത വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. അടുത്തിനി ഇക്കണോമിക് ടൈംസ് ആണ്. ഇക്കണോമിക് ടൈംസ് വൺസ് അഗെയിൻ ഹെഡ്ലൈൻ തന്നെ വ്യത്യസ്തമാണ്. ബിഗ് സ്റ്റേറ്റ്മെൻറ്റ് അമിഡ് ഗ്ലോബൽ വാർട്ടൽ. പക്ഷേ അവരുടെ പ്രധാന തലക്കെട്ടെന്ന് പറയുന്ന രാഖി, യൂറോപ്യൻ യൂണിയൻ ടു ഇന്ത്യ ഹം സാത്ത് സാത്ത് ഹെ. യൂറോപ്യൻ യൂണിയൻ ടു ഇന്ത്യ ഹം സാത്ത് സാത്ത് ഹെ. ഞങ്ങളുണ്ട് കൂടെ എന്ന് യൂറോപ്യൻ യൂണിയൻ ഭാരതത്തോട് പറയുന്നു എന്നാണ് ദ ഇക്കണോമിക് ടൈംസിൻ്റെ പ്രധാന തലക്കെട്ട്. സ്വാഭാവികമായിട്ടും ഇക്കണോമിക് ടൈംസ് ആയതുകൊണ്ട് തന്നെ വിശദമായ വാർത്ത 3, 10, 11 പേജുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ അവർ പറയുന്ന സ്ട്രാപ്പ് ലൈൻ്റെ പ്രത്യേകത, ബിഗ് സ്റ്റേറ്റ്മെൻറ്റ് എമിഡ് ഗ്ലോബൽ വോളറ്റിലിറ്റി.
ലോകമെമ്പാടും ആഗോള തരത്തിലുള്ള അനിശ്ചിതത്വത്തിനിടയിൽ വലിയൊരു പ്രഖ്യാപനം എന്നുള്ളതാണ്. മാതൃഭൂമി പറഞ്ഞതിൻ്റെ മറ്റൊരു ഭാഷയാണ് ഈ പറയുന്നത്, ലോകം നിയന്ത്രിക്കാൻ. അതായത് ആഗോളതലത്തിൽ അനിശ്ചിതത്വമുണ്ട്, ആഗോളതലത്തിൽ സംഘർഷമുണ്ട്, ആഗോളതലത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ ഭിന്നതകൾ ഉണ്ട്. പക്ഷേ ഇതിനിടയിലാണ് ബിഗ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും ഭാരതവും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത്. ഇൻഡോ യൂറോപ്യൻ യൂണിയൻ സ്ട്രാറ്റജിക് ഫോക്കസ്, സെക്യൂരിറ്റി, ഇന്നൊവേഷൻ, വിവിധ മേഖലകൾ ഉണ്ടാകുന്ന മാറ്റം, ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ വിശദമായി ഇക്കണോമിക് ടൈംസ് പ്രതിപാദിച്ചിട്ടുണ്ട്. 2, 3, 4 പേജുകൾ ഇതിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഓരോ മേഖലകളായി തിരിച്ച് ഇക്കണോമിക് ടൈംസ് ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നു. അതെ, ഇനിയുമുണ്ടല്ലേ? അതെ, തീർച്ചയായും. എന്തായാലും നമ്മൾ ഇത്രയും പത്രങ്ങൾ പരിശോധിച്ചാലും എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്നത് ദേശാഭിമാനി ഈ വാർത്ത കവർ ചെയ്തിട്ടുണ്ടോ, അവരെങ്ങനെയായിരിക്കും നൽകിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. തലക്കെട്ട് തന്നെ ആദ്യം വായിക്കാം. രാജ്യ താല്പര്യം ബലികഴിച്ചു. അതുപോലെ യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകും എന്ന ഒരു സബ് ഹെഡ് കൂടി അവർ നൽകിയിട്ടുണ്ട്. വല്ലാത്ത വിഷമം, നിരാശയൊക്കെ തന്നെ. വിദേശത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഭാരതത്തിന്റെ വിപണിയിലേക്ക് ഒഴുകും എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ വളച്ചൊടിക്കൽ നടത്തിയിരിക്കുന്നു. വില കുറച്ച് ഇവിടെ ലഭ്യമാക്കുന്നു. 1, ഇവിടെ പണമുള്ളവൻ്റെ പണം വിപണിയിലേക്ക് എത്തുന്നു. 2, 3, ഈ പണം ചെലവാകുമ്പോൾ അത് സമ്പദ്ഘടനയെ എങ്ങനെ ചടുലമാക്കും, എങ്ങനെ ഡൈനാമിക് ആകും, എങ്ങനെ പണത്തിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ക്രയവിക്രയം കൂടും എന്നുള്ളത്, ഈ വിപണിയിലേക്ക് ഒഴുകും എന്നുള്ളത് പറയുമ്പോൾ മനസ്സിലാകുന്നില്ല. പിന്നെ ഈ ദേശാഭിമാനി കാണുന്ന അതല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയും സമാനമായ പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ അപലപിച്ചുകൊണ്ടും അടിയന്തരമായിട്ട് ഇതിൽ നിന്ന് പിന്മാറണമെന്നും ഇതിൻ്റെ വിശദവിവരങ്ങൾ ഉടൻ ലഭ്യമാക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അതിശക്തമായി ദിഗന്ധം പൊട്ടുമാറുന്ന ഉച്ചത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. മറ്റതൊന്നും പറയുന്നില്ല. കേരളത്തിൽ നിന്നുള്ള റബ്ബറും കാപ്പിയും തേയിലയും കശുവണ്ടിയും സമുദ്രോൽപ്പന്നങ്ങളും അടക്കം വിദേശത്തേക്ക് വില കുറച്ച് അവിടെ കഴിയുന്ന രീതിയിൽ അവയുടെ കയറ്റുമതി കൂടും എന്നുള്ളത് ദേശാഭിമാനി കാണുന്നില്ല. സ്വാഭാവികമാണ്. ഇവിടേക്ക് നമുക്ക് പല ഉൽപ്പന്നങ്ങളും പലർക്കും അപ്രാപ്യമായ ഒലിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരേണ്യവർഗത്തിൻ്റെ ഒരു ഭക്ഷണം എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പലപ്പോഴും പല ചികിത്സാ രീതികൾക്ക് പോലും അല്ലെങ്കിൽ മറ്റു ചില ആരോഗ്യത്തിന് പരിഹാരമായി ഒലിവ് ഓയിലും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ സാധാരണക്കാരനും കൂടി ലഭിച്ചോട്ടെ ദേശാഭിമാനി CPM എന്ന് മാത്രമേ പറയാനുള്ളൂ. തലക്കെട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഗ്രാഫിക്സ് ഒക്കെ ഒരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവർ വാർത്ത വളച്ചൊടിക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും ആ ഒരു ഗ്രാഫിക്സിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഉൽപ്പന്നം ഏതാണെന്നും അതിന്റെ നിലവിലെ തീരുവ എന്താണെന്നും പുതിയ തീരുവ എന്ന് പറയുന്നത്. അതെ, പുതിയ തീരുവ എന്താണെന്നും. അതായത് നമുക്ക് ഈ ടേബിൾ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും പുതിയ തീരുവ എന്ന് പറയുന്നത് 0 അത് പറയാനുള്ള ഒരു നട്ടല് കാണിച്ചു ദേശാഭിമാനി എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയുന്നത്. അതെ, തീർച്ചയായും. തൽക്കാലം ജന്മഭൂമി പറഞ്ഞിരിക്കുന്നത് US വൻ തിരിച്ചടി. നമ്മൾ എന്താണോ അല്ലെ നമ്മളെന്താണോ പറഞ്ഞത് നമ്മളത് എടുത്തു. US വൻ തിരിച്ചടി എന്നുള്ള കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആണ് ജന്മഭൂമിയുടെ. അല്ലേ? അതെ, എങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടിന് അത് നേട്ടം കൊണ്ടുവരാൻ പോകുന്നത്, ഒപ്പം തന്നെ ഈ സ്വതന്ത്ര വ്യാപാര കരാർ ശരിക്കും എന്തിനാണ് എന്നുള്ളത്, ആർക്കൊക്കെ ഗുണം കിട്ടും, എല്ലാം വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേരള കൗമുദി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ധാരണ വ്യാപാര കരാറിൽ പുതുചരിത്രം പിറന്നു എന്നുള്ളത് വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഈ പത്രവായന തൽക്കാലം നിർത്തുന്നതിൽ ഇംഗ്ലീഷിൽ വി ഡിഡ് ഇട്ടും യൂറോപ്യൻ യൂണിയന്റെ ഹം സാത്ത് സാത്ത് ഹേയും മലയാളത്തിൽ മാതൃഭൂമിയുടെ ലോകം നിയന്ത്രിക്കാൻ അമ്മ അറിയാനുമാണ് ഒരുപക്ഷെ ശ്രദ്ധേയമായ തലക്കെട്ടുകൾ. വരികൾക്കിടയിൽ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്.